Here we will discuss the properties of circles. We are all familiar with the circles. It is a closed figure drawn in the plane such that the set of all points are at a constant distance from a fixed point. If we consider a fixed point in the plane, then the set of all points which are at an equal distance from this fixed point is called a circle. ഓക്കെ, അപ്പോൾ സർക്കിൾ എന്ന് മീൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ ബൗണ്ടറിയിൽ കിടക്കുന്ന ഈ പോയിന്റ്സ് മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഇൻറ്റീരിയർ എം ടി ആണ്, അതിനകത്തുള്ള പോയിന്റ്സ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇഫ് വി കൺസിഡർ ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ടു എനി പോയിന്റ് ഓൺ ദ സർക്കിൾ, ഇറ്റ് വിൽ ബി എ കോൺസ്റ്റൻറ്റ് ആൻഡ് ദിസ് കോൺസ്റ്റൻറ്റ് ഡിസ്റ്റൻസ് ഈസ് ഡിനോട്ടഡ് ബൈ ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഇപ്പോൾ എങ്ങോട്ട് സെൻറ്ററിൽ നിന്ന് സർക്കിളിലെ ഏത് പോയിന്റിലോട്ട് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്താലും അത് സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും, അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് നമ്മൾ ആർ എന്ന് ഡിനോട്ട് ചെയ്തു. ആർ ഈസ് കോൾഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ആൻഡ് സെൻറ്റർ ഈസ് ഓൾവേസ് ഡിനോട്ടഡ് ബൈ ദ സിമ്പിൾ ഒ. ഓക്കെ, സെൻറ്റർ ഈസ് ഒ ആൻഡ് ദ റേഡിയസ് ഈസ് ആർ. ആൻഡ് റിമെമ്പർ, the circle consists of all the points in this boundary. We does not consider the points on the interior. If we consider points on the interior also, അതായത് ഈ കൺസിഡർ അതിൻ്റെ ബൗണ്ടറിയിലെ പോയിന്റ്സും അതിനകത്തുള്ള എല്ലാ പോയിന്റ്സും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എ സർക്കുലർ ഡിസ്ക്. സർക്കുലർ ഡിസ്ക് അത് ഒരു തിക്ക് ഫിഗറാണ്, അതിനകത്തുള്ള എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡിങ് ബൗണ്ടറിയിലെ പോയിന്റ്സും ഉണ്ട്. സർക്കുലർ ഡിസ്ക് ഓർ സർക്കുലർ റീജിയൻ എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി ഈ സർക്കിളിൽ ഏത് രണ്ട് പോയിന്റുകൾ സർക്കിളിൻ്റെ ബൗണ്ടറിയിൽ, അതായത് സർക്കിളിലെ ഏത് രണ്ട് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് സ്ട്രേറ്റ് ലൈൻ വരച്ചാലും അതിന് നമ്മൾ കോഡ് എന്ന് പറയും. ഓക്കെ, ഇഫ് യു കൺസിഡർ ദിസ് പോയിന്റ് ആൻഡ് ദിസ് പോയിന്റ് ആൻഡ് കൺസിഡർ എ സ്ട്രേറ്റ് ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് say A and B, then it is called a chord of the circle. The chord is any point, any straight line joining two points of the circle. If a chord passing through the center, സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന ഏത് കോഡ് വരച്ചാലും we call it as a diameter. The diameter is a chord passing through the center of the circle. എത്ര ഡയമീറ്റർ വേണമെങ്കിലും നമുക്ക് കൺസിഡർ ചെയ്യാം. സെൻട്രൽ കൂടി പാസ് ചെയ്യുന്ന ഏതൊരു കോഡും ഒരു ഡയമീറ്ററാണ്. ഓക്കെ, ഇപ്പോൾ ഡയമീറ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡയമീറ്ററിൻ്റെ ലെങ്ത്ത്, ഡയമീറ്റർ നമ്മൾ ഡി ആണ്, സപ്പോസ് ഡി ഈസ് ദ ലെങ്ത് ഓഫ് ദ ഡയമീറ്റർ, ദെൻ ഇറ്റ് വിൽ ബി 2 times ദ റേഡിയസ്. ഓക്കെ, സെൻറ്ററിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള റേഡിയസ് ഡിസ്റ്റൻസ് ആറാണെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 2 times റേഡിയസ് ആയിരിക്കും. സോ ദിസ് ഈസ് ദ റിലേഷൻ കണക്റ്റിംഗ് ദ ഡയമീറ്റർ ആൻഡ് റേഡിയസ് ഓഫ് എ സർക്കിൾ. The diameter d equal to 2 times the radius r. Okay, now if we consider any diameter, it will divide the circle into 2 equal regions. ഇങ്ങനെ ഒരു പോർഷൻ കിട്ടും, അതിന് സിമെട്രിക് ആയിട്ട് വേറൊരു പോർഷൻ കിട്ടും. These two portions are called semicircles. If we consider the diameter, it will divide the region of the circle into 2 equal portions called the semicircles. Okay, each portion is called a semicircle. നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് രണ്ട് ഡയമീറ്റേഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് 4 പോർഷൻസ് ആയിട്ട് അതിനെ സർക്കിളിനെ ഡിവൈഡ് ചെയ്യും. ഈച്ച് പോർഷൻ ഈസ് കോൾഡ് എ ക്വാഡ്രാന്റ്. ഓക്കെ, അപ്പോൾ സർക്കിളിന് ടോട്ടൽ നമ്മൾ സർക്കിൾ കൺസിഡർ ചെയ്താൽ അതിൻ്റെ 1/4 ആണ് ക്വാഡ്രൻ്റ് എന്ന് പറയുന്നത്, 1/2 പോർഷനാണ് അതിൻ്റെ സെമി സർക്കിൾ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ സർക്കിളിൻ്റെ ഏതൊരു പോർഷനും നമ്മൾ എങ്ങനെയെങ്കിലും സർക്കിളിൻ്റെ ഒരു കണ്ടിന്യൂസ് പോർഷൻ കൺസിഡർ ചെയ്താൽ ഇറ്റ് ഈസ് കോൾഡ് ആൻ ആർക്ക്. ആർക്ക് ഓഫ് എ സർക്കിൾ ഈസ് എ കണ്ടിന്യൂസ് പീസ് ഓഫ് ദ സർക്കിൾ. അതിന് എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം, ഏത് പോർഷൻ എടുത്താലും അത് ഒരു ആർക്ക് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മളെ ഡെഫിനിഷൻസ് ഒന്ന് ഓർക്കുക. സർക്കിൾ ഈസ് ദ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ ദ പ്ലെയിൻ വിച്ച് ആർ അറ്റ് ആൻ ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സഡ് പോയിന്റ്. ദാറ്റ് ഫിക്സഡ് പോയിന്റ് ഈസ് കോൾഡ് ദ സെൻറ്റർ ആൻഡ് ദ കോൺസ്റ്റന്റ് ഡിസ്റ്റൻസ് ഈസ് കോൾഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഓക്കെ, എ chord ഈസ് എ സ്ട്രൈറ്റ് ലൈൻ ജോയിനിങ് എനി 2 points ഓൺ ദ സർക്കിൾ. If the chord is passing through the center, it is called the diameter. The length of the diameter is denoted by d and it is always 2 times the radius of the circle. The diameter
divides a circle into two equal portions and each portion is called a semicircle. If we consider two perpendicular diameters, it will divide the circle into four equal portions and each equal portion is called a quadrant. And any continuous piece of the circle is called an arc. Now, if we consider circles with same center and the radius മാത്രം നമ്മൾ മാറ്റുക. ഓക്കെ, സെയിം സെൻറ്റർ ആണ് ഉള്ള രണ്ട് സർക്കിൾസ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സർക്കിൾസ് നമുക്ക് കൺസിഡർ ചെയ്യാം. എല്ലാത്തിൻ്റെയും സെൻറ്റർ സെയിം ആണ്, പക്ഷെ റേഡിയസ് ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെയുള്ള സർക്കിൾസിനെയാണ് നമ്മൾ കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, കോൺസെൻട്രിക് സർക്കിൾസ്. Okay, circles with the same center but with different radii are called concentric circles. Now we consider two circles of same radius. Consider two circles. ഒന്നിൻ്റെ റേഡിയസ് 6, അടുത്തതിൻ്റെ റേഡിയസും സെയിം 6 ആണെങ്കിൽ one circle can be placed in the other circle. അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി കവർ ചെയ്യും. അങ്ങനെയുള്ള സർക്കിൾസിനെ നമ്മൾ കോൺഗ്രുവൻറ്റ് സർക്കിൾസ് ഉണ്ട്. കോൺഗ്രുവൻറ്റ് സർക്കിൾസ്. ഓക്കെ, the circles can be covered exactly by each other. This happens only if two circles have the same radius. രണ്ടിനും സെയിം റേഡിയസ് ആണെങ്കിൽ ഒരു സർക്കിൾ മറ്റേ സർക്കിളിൻ്റെ മുകളിലേക്ക് വെച്ചാൽ അത് നമ്മൾ കംപ്ലീറ്റ്ലി കവർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സർക്കിൾസിനെ നമ്മൾ കോൺഗ്രുവൻറ്റ് സർക്കിൾസ് എന്നും പറയും. Now we will define the perimeter of the circle. Perimeter നമുക്കറിയാം അതിൻ്റെ ചുറ്റളവാണ്, അതിൻ്റെ ടോട്ടൽ ലെങ്ത് ഓഫ് ദ സർക്കിൾ ആണ്. ഈ സർക്കിൾ നമ്മളൊരു സർക്കിൾ കൺസിഡർ ചെയ്യുക. ആ സർക്കിൾ സപ്പോസ് ഒരു ടോയിൻ ആണെന്ന് വിചാരിക്കുക. ഒരു പെർഫെക്റ്റ് സർക്കിളിൻ്റെ രീതിയിൽ ഒരു ടോയിൻ നമ്മൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ടോയിൻ്റെ വൺ എൻഡ് കട്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ നിവർത്തി വെച്ചാൽ അതിൻ്റെ ടോട്ടൽ ലെങ്തിനെയാണ്, ആ ടോയിൻ നമ്മൾ നിവർത്തുന്നു, അതിൻ്റെ ടോട്ടൽ ലെങ്തിനെയാണ് നമ്മൾ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത്. സർക്കംഫറൻസ് അല്ലെങ്കിൽ അത് സർക്കിളിൻ്റെ പെരിമീറ്റർ തന്നെയാണ്. നമ്മൾ മറ്റേ ക്ലോസ്ഡ് ഫിഗേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ പോളിഗൺസ് ഒക്കെ കണ്ടുമ്പോൾ ടോട്ടൽ ലെങ്ത് അതിൻ്റെ സൈഡുകളെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലെങ്തിനെയാണ് നമ്മൾ പെരിമീറ്റർ എന്ന് പറയുക. ഒരു സർക്കിളിൻ്റെ കേസിൽ അതിന് നമ്മൾ പർട്ടിക്കുലർലി സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ എന്ന് പറയും. ഈ സർക്കിളിൻ്റെ ടോട്ടൽ ലെങ്ത് നമ്മൾ മെഷർ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് കൺസിഡർ ചെയ്തിട്ട് മെഷർ ചെയ്യുകയാണെങ്കിൽ ആ കിട്ടുന്ന മെഷർമെൻറ്റിനെയാണ് നമ്മൾ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ എന്ന് പറയുക. ഇനി എല്ലാ സർക്കിൾസിനും കോമൺ ആയിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഈ സർക്കംഫറൻസിനെ നമ്മൾ സി കൊണ്ട് ഡിനോട്ട് ചെയ്യുക. സപ്പോസ് സി ഇസ് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ ആൻഡ് ഡി ഇസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. ഓക്കെ, ഡയമീറ്റർ എന്ന് പറയുന്നത് 2r ആണെന്ന് നമുക്കറിയാം, 2 times റേഡിയസ്. ഇഫ് വി കൺസിഡർ ദ റേഷ്യോ സി ഡിവൈഡ് ബൈ ഡി, if the circumference of any circle is divided by its diameter, then it will be a constant. That constant is denoted by the symbol and is called pi. Its approximate value is 3.14 or 22/7. ഇതിലേതെങ്കിലും വാല്യൂ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, സോ പൈ ഈസ് ഡിഫൈൻഡ് ആസ് the ratio of the circumference of any circle to its diameter. ഇത് ഏത് സർക്കിൾ എടുത്താലും, ഇതിനേക്കാളും ചെറിയ സർക്കിൾ എടുത്താലും അതിൻ്റെ സർക്കംഫറൻസും ഡയമീറ്ററും കൂടി ഡിവൈഡ് ചെയ്താലും നമുക്ക് കിട്ടുന്നത് പൈ ആയിരിക്കും. ഓക്കെ, ഫോർ എനി സർക്കിൾ ദ റേഷ്യോ ഓഫ് the circumference and diameter is a constant called pi. Its approximate value is 3.14 or 22/7. Okay, from this we can find the circumference as pi into d. That is d എന്ന് പറയുന്നത് 2r ആണ്. So we get the formula for circumference of a circle is either pi d or it is 2πr. Okay, അപ്പോൾ ഈ സർക്കംഫറൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ഒരു സർക്കിള് ഇതൊരു നമ്മളൊരു വീലായിട്ട് കൺസിഡർ ചെയ്യുക, ഒരു സൈക്കിളിൻ്റെ വീലായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ അത് ഒരു പ്രാവശ്യം റിവോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ ലെങ്ത് അല്ലേ. ഒരു പ്രാവശ്യം അത് റിവോൾവ് ചെയ്ത് പോകുമ്പോൾ ഇത്രയും ലെങ്ത് ആണ് സംഭവിക്കുന്നത്. സോ ഇറ്റ് ക്യാൻ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് ദ ഡിസ്റ്റൻസ് റിവോൾവ്ഡ് ബൈ എ സർക്കിൾ വൺ ടൈം. വൺസ് ഒരു സർക്കിളിനെ റിവോൾവ് ചെയ്താൽ കിട്ടുന്ന ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ അതിൻ്റെ സർക്കംഫറൻസ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ദ സർക്കംഫറൻസ് ഈസ് 2πr. ഇറ്റ് ക്യാൻ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് the distance traveled by the circle by revolving once. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ഒരു സൈക്കിൾ ട്രാവൽ ചെയ്യുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് കാണണമെങ്കിൽ എത്രയാണ്, അത് എത്ര ടൈംസ് റിവോൾവ് ചെയ്യുന്നുണ്ട് ഇൻറ്റു 2πr കണ്ടാൽ. ഓക്കെ, ദ ഡിസ്റ്റൻസ് എസ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്താൽ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 minute ആണെങ്കിൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഇൻ 1 minute ഇൻറ്റു 2πr. അതിൻ്റെ സർക്കംഫറൻസ് ഇൻറ്റു നമ്പർ ഓഫ് റെവല്യൂഷൻസ് ആണ് ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഓക്കെ, അപ്പോൾ അത് ഒരു ഫോർമുലയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇഫ് എസ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ
എ വീൽ അല്ലെങ്കിൽ ഒരു സൈക്കിൾ, ആ സൈക്കിളിൻ്റെ വീല് റിവോൾവ് ചെയ്യുന്ന എത്ര ടൈം ആണെന്ന് നോക്കുക. അതിന് നമ്മൾ n എന്ന് വിളിക്കുക. നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഓഫ് ദ വീൽ ഇൻറ്റു സർക്കംഫറൻസ് ഓഫ് ദ വീൽ, ദാറ്റ് ഈസ് 2πr. So the distance traveled is equal to n into 2πr, or we call it as 2πrn. The distance traveled by a cycle whose wheel is of length of radius r is s equal to 2πrn. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഇനി നോക്കാം. അതിന് മുമ്പ് നമുക്ക് ഏരിയ എന്താണെന്ന് നോക്കാം. ഈ സർക്കിൾ കവർ ചെയ്യുന്ന ടോട്ടൽ ഏരിയ, വാട്ട് വിൽ ബി ദ ഏരിയ കവേർഡ് ബൈ ദിസ് സർക്കിൾ? ഈ ഏരിയ എന്തോരുമായിരിക്കും? ഏരിയയെ നമ്മൾ എ എന്ന് ഡിനോട്ട് ചെയ്താൽ ഇറ്റ് വിൽ ബി പൈ ഇൻറ്റു ആർ സ്ക്വയർ. ദ ഏരിയ ഓഫ് എ സർക്കിൾ സിമ്പിൾ ഫോർമുലയാണ് പൈ ആർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ആ മൂന്ന് ഫോർമുലകൾ നമ്മൾ ഓർത്തിരിക്കുക. ഫസ്റ്റ്, ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ, സിമ്പിൾ ഈസ് സി, formula is 2πr, or it is same as pi into d, and the area of the circle is 2πr square. The distance travelled by revolving a circle n times is s equal to 2πrn. Okay, these are the main formulas corresponding to circle. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സിമ്പിൾ പ്രോബ്ലംസ് നമുക്കൊന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. ഫൈൻഡ് the circumference and area of the circle whose diameter is 42 centimeters. Okay, diameter is 42 centimeter, so we can find r. Radius r is d by 2, that is it is 21 centimeters. So we can find the circumference c equal to pi into d, that is pi into 42, that is 3.14, അല്ലെങ്കിൽ 22/7 into 42. Okay, the value is 131.88 centimeters square, and its area is 2πr square, that is 2 into 3.14 into r square is 21 square. ഇപ്പോൾ ഏരിയ പറയുമ്പോൾ സർക്കംഫറൻസ് പറയുമ്പോൾ അത് വെറും ഡിസ്റ്റൻസ് ആണ്, സെൻറ്റിമീറ്റർ ആണ് എൻ്റെ മെഷർ. ഇത് സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ്, 1384 സെൻറ്റിമീറ്റർ സ്ക്വയേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് ഫോർമുല മതി നമുക്ക് ഏരിയ തന്നിട്ടുണ്ടെങ്കിൽ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ, ഡയമീറ്റർ ഉണ്ടെങ്കിൽ റേഡിയസ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ സർക്കംഫറൻസ് ഉണ്ടെങ്കിൽ റേഡിയസ് കണ്ടുപിടിക്കാം. ഇതിനെല്ലാം നമ്മൾ ഈ ഫോർമുലാസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ദ റേഷ്യോ ഓഫ് ദ റേഡിയസ് ഓഫ് 2 സർക്കിൾസ്, രണ്ട് സർക്കിൾസിൻ്റെ റേഡിയസിൻ്റെ റേഷ്യോ 2:5 ആണ്. അതായത് ഒരു സർക്കിളിൻ്റെ റേഡിയസ് r1 അടുത്ത സർക്കിളിൻ്റെ റേഡിയസ് r2 ആണെങ്കിൽ അതിനെ നമ്മൾ 2/5 എന്ന് വിളിക്കാം. ഓക്കെ, r1/r2 = 2/5. വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് ദെയർ സർക്കംഫറൻസസ്? ഇപ്പോൾ രണ്ട് സർക്കിളിൻ്റെ ഫസ്റ്റ് സർക്കിളിൻ്റെ സർക്കംഫറൻസിൻ്റെ ഫോർമുല നമുക്കറിയാം, അത് 2πr1 ആണ്. r1 ആണ് റേഡിയസ് ആയതുകൊണ്ട് 2πr1. അതിൻ്റെ റേഷ്യോ ടു ദ സെക്കൻഡ് സർക്കിൾ എന്ന് പറയുമ്പോൾ r2 ആണ്. സോ 2πr1/2πr2 എന്ന് പറയുന്നത് r1/r2 തന്നെയാണ്. അതെന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, 2/5 തന്നെ. ഓക്കെ, അപ്പോൾ സർക്കംഫറൻസ് ദേ വിൽ ബി ഇൻ ദി റേഷ്യോ 2:5. ഇങ്ങനെ തന്നെ നമുക്ക് കാണാം. അല്ലെങ്കിൽ ഇതിന് വേറെ രീതിയിൽ കാണാം. ഒരു സർക്കിളിൻ്റെ റേഡിയസ് 6 ആണെങ്കിൽ 2r-ഉം 5r-ഉം ആയിരിക്കും റേഡിയസ്. 2:5 എന്ന റേഷ്യോയിലാണ് എടുക്കുന്നത്. r is the radius എന്ന് നമ്മൾ കൺസിഡർ ചെയ്താൽ the radius of the first circle is 2r, the radius of the second circle can be taken as 5r. So the ratio of the circumferences will be 2π into 2r divided by 2π into 5r. ഇതും 2/5 എന്നതിന് 2π പോയി r പോയി 2/5. ഓക്കെ, ഏത് രീതിയിലും വേണം നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. ദ ഡയമീറ്റർ ഓഫ് ദ വീൽ ഓഫ് എ കാർ, ഒരു കാറിൻ്റെ വീലിൻ്റെ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. ഡയമീറ്റർ ഈസ് 77 സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ, ഹൗ മെനി റെവല്യൂഷൻസ് വിൽ ഇറ്റ് മേക്ക് ടു ട്രാവൽ 121 കിലോമീറ്റേഴ്സ്? 121 കിലോമീറ്റേഴ്സ്, അതായത് ഡിസ്റ്റൻസ് എസ് തന്നിട്ടുണ്ട്, എസ് ഈക്വൽ ടു 121 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യാൻ ഇത് എത്ര പ്രാവശ്യം റിവോൾവ് ചെയ്യും എന്നാണ് നമുക്ക് കണ്ടത്. ഓക്കെ, അപ്പോൾ ഡി തന്നിരിക്കുന്നത് 71 സെൻറ്റിമീറ്റേഴ്സിലാണ്, എസ് തന്നിരിക്കുന്നത് 121 കിലോമീറ്റേഴ്സിലുമാണ്. ഓക്കെ, 121 കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത് 121,000 മീറ്റേഴ്സാണ്. ഓക്കെ, ഓർ ഇറ്റ് ഈസ് 121 into 100 സെൻറ്റിമീറ്റർ. അത് അവിടെ പോകട്ടെ,
മീറ്ററിൽ തന്നെ ഇരിക്കട്ടെ. 77 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 77/100 മീറ്റേഴ്സ് ആണ്. ദാറ്റ് ഈസ് 0.77 മീറ്റേഴ്സ് ആണ്. അപ്പോൾ രണ്ടിനെയും നമ്മൾ മീറ്റേഴ്സിലേക്ക് മാറ്റി. ഓക്കെ, ദ ഡയമീറ്റർ ഓഫ് ദ വീൽ ഈസ് 0.77 മീറ്റർ ആൻഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് 121,000 മീറ്റേഴ്സ്. വി ഹാവ് ടു ഫൈൻഡ് എത്ര പ്രാവശ്യം ഇത് റിവോൾവ് ചെയ്യണം, അതായത് നമ്പർ ഓഫ് റെവല്യൂഷൻസ് ആണ്, n ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫോർമുല തന്നിട്ടുണ്ട്, S = 2πr/n. സോ ദ നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഈസ് S / 2πr. ദാറ്റ് ഈസ് S / π × 2r നെ നമ്മൾ d എന്ന് വിളിച്ചു. സോ S ഈസ് 121,000 ഡിവൈഡഡ് ബൈ പൈ ഈസ് 3.14 ഇൻറ്റു d is 0.77. So this is approximately 5,044. Okay, sorry, 50,040. 45 എന്ന് കിട്ടി. അത്രയും നമ്പർ ഓഫ് ടൈംസ് ഇത് റിവോൾവ് ചെയ്താലാണ് അത് 121 കിലോമീറ്റേഴ്സ് കവർ ചെയ്തുള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള പ്രോബ്ലംസ് ഏരിയയും സർക്കംഫറൻസിനെയും കവർ ചെയ്യുന്ന പ്രോബ്ലംസ് ഏകദേശം സിമിലർ ആണ്. ഇനി നമുക്ക് അടുത്ത ഡെഫിനിഷൻസിലോട്ട് പോകാം. നെക്സ്റ്റ് വി ഡിഫൈൻ ദ ആർക്ക് ലെങ്ത് ഓഫ് ദ സർക്കിൾ. ഒരു സർക്കിളിൻ്റെ ആർക്ക് ലെങ്ത് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ആർക്ക് ലെങ്ത്തും ഉണ്ട്, ലെങ്ത് ഓഫ് ദ കോഡും ഉണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ നമ്മൾ സർക്കിൾ കൺസിഡർ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ AB എന്ന 2 പോയിന്റ്സ് കൺസിഡർ ചെയ്യുന്നു. ABനെ കണക്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനാണ് അവിടുത്തെ കോഡ് എന്ന് പറയുന്നത്. കോഡ് AB അതിൻ്റെ ലെങ്ത് എന്തായിരിക്കും? അതുപോലെ ഇതാണ് ഈ AB എന്ന് പറയുന്ന ഈ സർക്കിളിൻ്റെ പോർഷൻ, അതാണ് ആർക്ക്. അത് നിവർത്തി വെച്ചാൽ എന്തായിരിക്കും ലെങ്ത്? അതാണ് ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ കോഡ് ABയും ആർക്ക് ABയും, കോഡ് AB എന്ന് പറയുമ്പോൾ അതൊരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ലെങ്ത് ആണ്. ആർക്ക് AB എന്ന് പറയുമ്പോൾ അത് ആ ആർക്കിൻ്റെ ലെങ്ത് ആണ്. ആ ആർക്ക് ഈ സർക്കുലർ പോർഷൻ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത്. അപ്പോൾ ഇത് രണ്ടും കാണാനുള്ള ഫോർമുലയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ സപ്പോസ് നമുക്ക് കോഡിൻ്റെ ലെങ്ത് ആണ്, ലെങ്ത് ഓഫ് ദ കോഡാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ആ കോഡിൻ്റെ ലെങ്ത്തിനെ നമ്മൾ L എന്ന് വിളിക്കും. ലെറ്റ് L ബി ദ ലെങ്ത് ഓഫ് ദ കോഡ്. ഇറ്റ് വിൽ ബി 2 times B. B എന്ന് പറയുന്നത് ഈ കോഡിൻ്റെ സെൻറ്ററാണ്, അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ B ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡിലോട്ട് നമുക്ക് B കിട്ടും. ഇതിൽ നിന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കുക, സർക്കിളിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതിനെ നമ്മൾ ഹൈറ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഹൈറ്റ് നമുക്ക് രണ്ട് രീതിയിൽ കാണാം. ഒന്നുകിൽ ഈ മുകളിലോട്ട് വരച്ചാൽ അല്ലെങ്കിൽ താഴോട്ട് വരച്ചാലും ഒരു ഹൈറ്റ് കിട്ടും. അപ്പോൾ ഹൈറ്റിന് നമുക്ക് 2 വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നുകിൽ അപ്പർ പോർഷനിലേക്കുള്ള ഹൈറ്റ് അല്ലെങ്കിൽ ലോവർ പോർഷനിലേക്കുള്ള ഹൈറ്റ്, അല്ലെങ്കിൽ ഒരു വലിയ ഹൈറ്റും ഒരു ചെറിയ ഹൈറ്റും ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, കോഡ് സെൻറ്ററിൽ കൂടി അല്ല പോകുന്നെങ്കിൽ. ഓക്കെ, അപ്പോൾ ഹൈറ്റിന് 2 വാല്യൂസ് വരാം എന്ന് നമ്മൾ ഓർക്കുക. ഓക്കെ, അപ്പോൾ ഹൈറ്റ് 2B ആണ് നമ്മുടെ കോഡിൻ്റെ ലെങ്ത്. കോഡിൻ്റെ ലെങ്ത് 2B ആണ്. ഹൈറ്റിനെ നമ്മൾ H എന്ന് വിളിക്കുക. ദെൻ Hന് 2 വാല്യൂസ് ഉണ്ട്. സപ്പോസ് D ഈസ് ദ ഡയമീറ്റർ, ദെൻ H ഈസ് ഡിറ്റർമൈൻഡ് യൂസിങ് ദ ഫോർമുല D പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് D സ്ക്വയർ മൈനസ് 4B² ഡിവൈഡ് ബൈ 2. ഇതാണ് H കണ്ടുപിടിക്കാനുള്ള 2 ഹൈറ്റ്. ഒന്ന് D പ്ലസ് ചെയ്യുമ്പോൾ ഒരു ഹൈറ്റ് കിട്ടും, D മൈനസ് ചെയ്യുമ്പോൾ വേറൊരു ഹൈറ്റ് കിട്ടും. സോ D പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് D സ്ക്വയർ മൈനസ് 4B² ഡിവൈഡ് ബൈ 2 ആണ് ഹൈറ്റ് കാണാനുള്ള ഫോർമുല. ഓക്കെ, ഇനി ലെങ്ത് എന്ന് പറയുന്നത് L = 2 times B ആണ്. ദാറ്റ് ഈസ് B കാണാനുള്ള ഫോർമുല B എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് H ഇൻറ്റു D മൈനസ് H, സ്ക്വയർ റൂട്ട് ഓഫ് H ഇൻറ്റു D മൈനസ് H. അല്ലെങ്കിൽ നമുക്ക് പറയാം ലെങ്ത് എന്ന് പറയുന്നത് 2B ആണ്. ദാറ്റ് ഈസ് ലെങ്ത് കാണാനുള്ള ഫോർമുല, ഇത് B കാണാനുള്ള ഫോർമുലയാണ്. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് 2B ആണ്. 2B കാണാനുള്ള ഫോർമുല 2 times സ്ക്വയർ റൂട്ട് ഓഫ് ഹൈറ്റ് ഇൻറ്റു D എന്ന് പറയുന്നത് ഡയമീറ്റർ മൈനസ് ഹൈറ്റ്. ഓക്കെ, ദിസ് ഈസ് ദ ഫോർമുല ഫോർ ലെങ്ത് ഓഫ് ദ ആർക്ക്. അപ്പോൾ ഹൈറ്റ് കണ്ടുപിടിക്കുക, ഹൈറ്റ് ഉണ്ടെങ്കിൽ ഡയമീറ്ററും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ലെങ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് വെച്ചുള്ള ഈ ഫോർമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് നമുക്കുള്ളത്.
ഇപ്പോൾ പ്രോബ്ലം നോക്കാം. ദ ഹൈറ്റ് ഓഫ് ആൻ ആർക്ക് ഓഫ് ദ സർക്കിൾ. ഹൈറ്റ് ഓഫ് ദ ആർക്ക് എച്ച് തന്നിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ദ ആർക്ക് ഓഫ് ദ സർക്കിൾ ഈസ് 10 സെൻറ്റിമീറ്റർ. ഓക്കെ. ഡയമീറ്റർ ഈസ്, ദാറ്റ് ഈസ് ഡി തന്നിട്ടുണ്ട്. ഡയമീറ്റർ ഈസ് 12.5 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ കോഡ് ഓഫ് ദ ആർക്ക്. ആ കോഡിൻ്റെ ലെങ്ത്. കോഡ് ഓഫ് ദ ആർക്ക് എന്ന് പറഞ്ഞാൽ കോഡിൻ്റെ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഡയറക്റ്റ് ഫോർമുലയാണ്. എച്ചും ഡിയും തന്നിട്ടുണ്ട്. സോ എൽ എന്ന് പറയുന്നത് 2 ടൈംസ് സ്ക്വയർ റൂട്ട് ഓഫ് ഹൈറ്റ്. ഹൈറ്റ് ഈസ് 10 ഇൻറ്റു diameter minus height. Diameter is 12.5 minus 10. That is 12.5 minus 10 is 2.5. Okay. That is 2 into square root of 10 into 2.5 is 25. So 2 into root 25 is 2 into 5 equal to 10. ഇതാണ് കോഡിൻ്റെ ലെങ്ത് L. ഓക്കെ. Now, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേറെ പ്രോബ്ലം. ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് 12.5 സെൻറ്റിമീറ്റർ. റേഡിയസ് തന്നിട്ടുണ്ട് 12.5 സെൻറ്റിമീറ്റർ. ഓക്കെ. അപ്പോൾ അതിൻ്റെ നമുക്ക് ഡയമീറ്റർ എഴുതാമല്ലോ. ഡയമീറ്റർ ഈസ് 2 ടൈംസ് റേഡിയസ്, ദാറ്റ് ഈസ് 25 സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ. ദ കോഡ് ഓഫ് ആൻ ആർക്ക് ഈസ് 20 സെൻറ്റിമീറ്റേഴ്സ്. അതായത് ആർക്ക് ലെങ്ത് തന്നിട്ടുണ്ട് 20 സെൻറ്റിമീറ്റേഴ്സ്. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ആർക്ക്. നമുക്ക് എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ എല്ല് തന്നിട്ടുണ്ട്. എൽ ഈസ് 2 ടൈംസ് ഹൈറ്റ് ഇൻറ്റു ഡയമീറ്റർ മൈനസ് ഹൈറ്റ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എൽ ഈക്വൾ ടു 20 ഈക്വൾ ടു 2 ടൈംസ് ഹൈറ്റ്. ഹൈറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എച്ച് ഇൻറ്റു ഡയമീറ്റർ മൈനസ് ഹൈറ്റ്, ദാറ്റ് ഈസ് ഡി മൈനസ് എച്ച് ആണ്. ഡി എന്ന് പറയുന്നത് 25 ആണ്, മൈനസ് എച്ച്. ഇതാണ് ഫോർമുല. 20 ഈക്വൾ ടു 2 ടൈംസ് എച്ച് ഇൻറ്റു 25 മൈനസ് എച്ച്. സോ ആ 2 ക്യാൻസൽ ചെയ്യുമ്പോൾ ദിസ് ഈസ് 10 ഈക്വൾ ടു ദിസ്. സ്ക്വയർ ചെയ്യുക. 100 ഈക്വൾ ടു എച്ച് ഇൻറ്റു 25 മൈനസ് എച്ച്. ഓക്കെ. നമുക്ക് എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ ഡി തന്നിട്ടുണ്ട്, ബി കണ്ടുപിടിക്കാം. ബി എന്ന് പറയുന്നത് L/2 ആണ്. ആ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതിന് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇറ്റ് ഈസ് 25 എച്ച് മൈനസ് എച്ച് സ്ക്വയർ ഈക്വൽ ടു 100 ഓർ എച്ച് സ്ക്വയർ മൈനസ് 25 പ്ലസ് 100 ഈക്വൽ ടു 0. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അതിനെ സോൾവ് ചെയ്തിട്ട് എച്ച് കണ്ടുപിടിക്കുക. ഓക്കെ. എച്ചിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഇവിടെ കിട്ടുന്ന റൂട്ട്സ് എന്ന് പറയുന്നത് 5ഉം 20യുമാണ്. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എച്ച് മൈനസ് 5 ഇൻറ്റു എച്ച് മൈനസ് 20 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എച്ചിന് 2 വാല്യൂസ് ഉണ്ട്. സ്മോൾ ഹൈറ്റ് എന്ന് പറയുന്നത് 5ഉം ലാർജ് ഹൈറ്റ് എന്ന് പറയുന്നത് 20യുമാണ്. ഓക്കെ. ഇതാണ് നമ്മൾ കോഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇനി ആർക്കിൻ്റെ ലെങ്ത് ഓഫ് ദ ആർക്ക്. ലെങ്ത് ഓഫ് ദ ആർക്ക് ഒരു ആംഗിൾ വെച്ചിട്ട് കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ ഇത് കൺസിഡർ ദ സർക്കിൾ ആർക്ക് എ ബി കൺസിഡർ ചെയ്യും. ഇതാണ് ആർക്ക് എ ബി, ഈ സർക്കുലർ പോർഷൻ. അപ്പോൾ അത് സെൻറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ഒരു ആംഗിളുണ്ട്. അതിനെ നമ്മൾ തീറ്റ എന്ന് പറയും. ലെറ്റ് തീറ്റ ബി ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ആർക്കിൻ്റെ കോഡ്സ് കൊണ്ട് സെൻറ്ററിലേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. ദെൻ ലെങ്ത് ഓഫ് ദ ആർക്ക് എന്ന് പറയുന്നത്, ലെങ്ത് ഓഫ് ദ ആർക്ക് ഒരു ഫോർമുല കൂടിയുണ്ട്. ഇറ്റ് ഈസ് തീറ്റ ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 2π. ഓക്കെ. ലെങ്ത് ഓഫ് ദ ആർക്ക് ആദ്യം നമ്മളൊരു ഫോർമുല നമ്മൾ പഠിച്ചു. L ഈക്വൽ ടു 2, അത് ലെങ്ത് ഓഫ് ദ കോഡായിരുന്നു. ഇനി ലെങ്ത് ഓഫ് ദി ആർക്ക് എന്ന് പറയുന്നത് തീറ്റ ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 2π ആണ്. ഓക്കെ. അപ്പോൾ ഈ ഫോർമുല തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഇൻറ്റൻഡഡ് ബൈ ദ കോഡ്സ് വിത്ത് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ, ആൻഡ് 2πr എന്ന് പറയുന്നത് നമുക്കറിയാം അതിൻ്റെ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് ആണ്.
ഓക്കെ, അത് വെച്ചുകൊണ്ട് നമുക്ക് നോക്കാം. ഫൈൻഡ് the length of the arc subtended by an angle theta equal to 36 degree at the center of the circle of radius. സർക്കിളിൻ്റെ റേഡിയസ് 6 തന്നിട്ടുണ്ട്, 3.6 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ആർക്ക്. അതായത് ഈ തീറ്റ തന്നിരിക്കുന്നത് 36 ഡിഗ്രിയാണ്, ഇതിൻ്റെ റേഡിയസ് തന്നിരിക്കുന്നത് 3.6ഉമാണ്. നമുക്ക് ലെങ്ത് ഓഫ് ദ ആർക്ക് കണ്ടുപിടിക്കാം. ജസ്റ്റ് ഫോർമുലയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലെങ്ത് ഓഫ് ദ ആർക്ക് ഈസ് തീറ്റ ഈസ് 36 divided by 360 into 2 pi into 3.6. ഇതായിരിക്കും ആ ലെങ്ത് ഓഫ് ദ ആർക്ക്. ഇറ്റ് ഈസ് 2.26. ഓക്കെ, ഇത് നമുക്ക് ആംഗിൾ ആണ് കണ്ടുപിടിക്കുന്നത് വിചാരിക്കാം. സപ്പോസ് വി ഹാവ് ടു ഫൈൻഡ് ദ ആംഗിൾ സബ്സ്റ്റൻഡഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ. സർക്കിളിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്, r ഈക്വൽ ടു 14 സെൻറ്റിമീറ്റേഴ്സ് ബൈ ആൻ ആർക്ക് ഓഫ് ലെങ്ത്. ആർക്കിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 20.6 ആണ്. ഓക്കെ, അപ്പോൾ തീറ്റ കാണാനുള്ള ഫോർമുല തീറ്റ ഈക്വൽ ടു 360 ഇൻറ്റു ലെങ്ത് ഓഫ് ദ ആർക്ക് ഡിവൈഡഡ് ബൈ 2 pi. What will be the angle subtended by the arc in a circle of radius 14 centimeter and arc length 20.6. Okay, so this is 360 into length of the arc is 20.6 divided by 2 into pi is 3.14 into r is 14 centimeter. So that angle theta we get as 72 degree. Okay, and coming to the last portion, we have to find the area of a sector. സെക്ടർ എന്ന് പറയുന്ന ഒരു ആർക്ക് അതിൻ്റെ സെൻറ്ററുമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന കോഡ്സ് കൂടി വെച്ചുകൊണ്ടുള്ള ഒരു ഏരിയ. ഇതാണ് ആ സർക്കിളിൻ്റെ സെക്ടർ. ഇപ്പം ഈ ആർക്ക് കൊണ്ട് കവർ ചെയ്യുന്ന ഈ ഏരിയ ആണ് നമ്മളതിനെ സെക്ടർ കൊണ്ട് മീൻ ചെയ്യുന്നത്. ആ ഡിസ്കിൻ്റെ ഒരു പോർഷനാണ്. ഓക്കെ, അപ്പോൾ ഈ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സെക്ടർ. അതിൽ രണ്ട് ഫോർമുലകളുണ്ട്. ഒന്ന് ആംഗിൾ വെച്ചിട്ടുള്ളതും മറ്റൊന്ന് നമ്മൾ യൂഷ്വൽ അതിൻ്റെ റേഡിയസ് വെച്ചിട്ടുള്ളതും ആയിട്ടുള്ള രണ്ട് ഫോർമുലകളുണ്ട്. അപ്പോൾ ഏരിയ ഓഫ് എ സെക്ടർ ഫോർമുല ഈസ് തീറ്റ ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. പൈ ആർ സ്ക്വയർ എന്ന് പറയുന്ന ഏരിയ ഓഫ് ദ സർക്കിളാണ്. തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഇൻറ്റൻഡഡ് അറ്റ് ദ സെൻറ്റർ ആണ്. അപ്പോൾ ഒന്നുകിൽ തീറ്റ വെച്ചിട്ടുള്ള ഈ ഫോർമുല യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഹാഫ് ഇൻറ്റു ലെങ്ത് ഓഫ് ദ ആർക്ക് ഇൻറ്റു റേഡിയസ്. ഈ ഫോർമുല യൂസ് ചെയ്യും. രണ്ട് ഫോർമുലയും സെയിം ആണ്. ഏരിയ ഓഫ് ദ സെക്ടർ ഈസ് ഐദർ 3 തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ ഓർ ഹാഫ് ഇൻറ്റു ലെങ്ത് ഓഫ് ആർക്ക് ഇൻറ്റു ദ റേഡിയസ്. ഈ ലെങ്ത് ഓഫ് ദ ഹാഫ് ഇൻറ്റു ലെങ്ത് ഓഫ് ദ ആർക്ക്, അല്ലെങ്കിൽ L/2 നമ്മൾ ബി എന്നാണ് വിളിച്ചെങ്കിൽ ഇത് BR ആണ്. ഓക്കെ, ഏരിയ ഈസ് ഐദർ തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ ഓർ ഇറ്റ് ഈസ് B ഇൻറ്റു ആർ, അല്ലെങ്കിൽ L/2 ഇൻറ്റു ആർ. L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ആർക്കാണ്. ഓക്കെ, അപ്പോൾ അത് വെച്ചുള്ള ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സെക്ടർ ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 6 തന്നിട്ടുണ്ട്. R ഈക്വൽ ടു 16 സെൻറ്റിമീറ്റർ. കട്ട് ഓഫ് ബൈ ആൻ ആർക്ക് ഓഫ് ലെങ്ത്. ആർക്ക് ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് 28.5. സോ ഏരിയ ജസ്റ്റ് ഫോർമുലയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ലെങ്ത് ഓഫ് ദ ആർക്ക് ഈസ് 28.5 ഇൻറ്റു റേഡിയസ് ഈസ് 60. ദ ഏരിയ ഓഫ് ദ സെക്ടർ ഈസ് 228 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി ആംഗിളാണ് തന്നിരിക്കുന്നത്. ആംഗിളാണ് തന്നിരിക്കുന്നത്. Find the area of the sector of the circle. The area of the sector of a circle is 1/10 the area of the circle. അപ്പോൾ ഒരു സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ സർക്കിളിൻ്റെ ഏരിയയുടെ 1/10 ആണ്. സർക്കിളിൻ്റെ ഏരിയ നമുക്കറിയാം പൈ ആർ സ്ക്വയർ ആണ്. ഡിവൈഡഡ് ബൈ 10 ആണ് സർക്കിളിൻ്റെ ആ സെക്ടറിൻ്റെ ഏരിയ. ഈ തന്നിരിക്കുന്ന സെക്ടറിൻ്റെ ഏരിയ A ഈക്വൽ ടു the area of the total circle divided by 10. That is A equal to pi r square divided by 10 ആണ്. Find the angle of the sector. ഓക്കെ, അപ്പോൾ ഏരിയയ്ക്ക് വേറൊരു ഫോർമുല കൂടി ഉണ്ടെന്ന് നമുക്കറിയാം. അത് തീറ്റ ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ ആണ്. ഇത് രണ്ട് സെയിം ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഏരിയ ഈസ് പൈ ആർ സ്ക്വയർ ബൈ 10 എന്ന് ആദ്യം തന്നു. പക്ഷേ ഏരിയയുടെ ഫോർമുല നമുക്കറിയാം. ഇറ്റ് ഈസ് തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. രണ്ട് സൈഡിൽ നിന്ന് പൈ ആർ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോയാൽ
we get 1 by 10 equal to theta by 360, or theta equal to 360 divided by 10, that is 36 degree. Okay, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. പ്രോബ്ലം ഇതാണ്. 36 degree sector of a circle has area 3.85 centimeter. അപ്പോൾ ഏരിയ ഓഫ് ദ സെക്ടർ ഇസ് തന്നിട്ടുണ്ട് 36.5 സെൻറ്റിമീറ്റർ സ്ക്വയർ. അവിടുത്തെ ഇത് ഇൻറ്റൻറ്റ് ചെയ്യുന്ന ആംഗിൾ തന്നിട്ടുണ്ട്, ആംഗിൾ ഈസ് 36 ഡിഗ്രി. ഓക്കെ, അപ്പോൾ 36 ഡിഗ്രി ഈ ആംഗിൾ വരുന്ന ഈ സെക്ടറിൻ്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് 36.5 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ആർക്ക് ഓഫ് ദ സെക്ടർ. ഈ എ ബി എന്ന് പറയുന്ന ആർക്കിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് തീറ്റ വെച്ചിട്ടുള്ള ഫോർമുല യൂസ് ചെയ്യണം, ലെങ്ത് വെച്ചിട്ടുള്ള ഫോർമുല യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ലെങ്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ഏരിയ ഈസ് 36.5 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇപ്പോൾ ഏരിയയുടെ ഫോർമുല എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ആർക്ക് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ആർ ആണ്. ഓക്കെ, L by 2 ഇൻറ്റു ആർ ആണ് എന്ന് നമുക്കറിയാം. അതേസമയം ഏരിയ എന്ന് പറയുന്നത് തീറ്റ ഡിവൈഡ് ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയറുമാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും സെയിം ആണ് അല്ലേ. 36 L by 2 ആറും തീറ്റ ബൈ 360 പൈ ആർ സ്ക്വയറും സെയിം ഏരിയനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫോർമുലകളാണ്. അപ്പോൾ ദിസ് ഈക്വൽ ടു 36.5 എന്ന് നമുക്ക് എടുത്താൽ അവിടെ നമുക്ക് ആർ സ്ക്വയർ കണ്ടുപിടിക്കാം. തീറ്റയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 36 ആണ്. സോ ആർ സ്ക്വയർ ഈസ് 360 ഇൻറ്റു 36.5 ഡിവൈഡ് ബൈ തീറ്റ ഈസ് 36 ഇൻറ്റു പൈ ഈസ് 3.14. സോ ആർ സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും, അത് 12.25 ആണ്. ഫ്രം ദിസ് വി ഗെറ്റ് ആർ. R equal to square root of 12.25, that is 3.5. ആറിൻ്റെ വാല്യൂ കിട്ടിയാൽ നമുക്ക് ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് L കണ്ടുപിടിക്കാം. 36.5 ഈസ് L by 2 ഇൻറ്റു ആർ. ഓക്കെ, ദെർഫോർ L എന്ന് പറയുന്നത് 2 ഇൻറ്റു 36.5 ഡിവൈഡഡ് ബൈ ആർ ആണ്. ആറിൻ്റെ വാല്യൂ 3.5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ we get the length as 2.2. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ പ്രോബ്ലംസ്. ഫോർമുലകൾ ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക, എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഓർത്തിരിക്കുക. അപ്പോൾ ഫോർമുലകൾ ഓർത്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫോർമുലകളുടെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് പ്രോബ്ലംസ് ആയിട്ട് ചോദിക്കുന്നത്. ഓക്കെ.